ഇരിമ്യാവ് 46 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ജാതികളെക്കുറിച്ച് ഇരിമ്യാവ് പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിനെ കുറിച്ചുള്ളത്. ഫ്രാത്ത് നദീതീരത്ത് കർക്കെമീസിൽ ഉണ്ടായിരുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശിയാവിന്റെ മകനായി യെഹൂദാ രാജാവായ യെഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഗോ എന്ന മിസ്രയീം രാജാവിന്റെ സൈന്യത്തെക്കുറിച്ചുള്ളതും തന്നെ. പരിചയം പലകയും ഒരുക്കി യുദ്ധത്തിൽ അടുത്തുകൊള്ളുവിൻ. കുതിരച്ചേകവരെ കുതിരകൾക്ക് കോപ്പിട്ട് കയറുവിൻ. തലക്കോരികയുമായി അണിനിരപ്പിൻ. കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പിൻ. അവർ ഭ്രമിച്ചു പിന്മാറി കാണുന്നതെന്ത്? അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു. സർവത്ര ഭീതി എന്ന യഹോവയുടെ അരുളപ്പാട്. വേഗവാൻ ഓടിപ്പോകുകയില്ല, വീരൻ ചാടിപ്പോവുകയുമില്ല. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും. നീല നദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലക്കുകയും ചെയ്യുന്നോരിവനാർ. മിസ്രയീം നീല നദി പോലെ പൊങ്ങുകയും അതിന്റെ വെള്ളം നദികളെ പോലെ അലക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരത്തെയും അതിൽ നിവാസികളെ നശിപ്പിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. കുതിരകളെ കുതിച്ചു ചാടുവിൻ, രഥങ്ങളെ മുറുകി ഓടുവിൻ. വീരന്മാർ പുറപ്പെടട്ടെ. പരിചയ പിടിച്ചിരിക്കുന്ന ക്രൂശരും പൂതിയരും വില്ലെടുത്ത് കുലയ്ക്കുന്ന ലൂതിയരും കൂടെ. ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിനൊരു ഹനനയാഗമുണ്ടല്ലോ. മിസ്രയീം പുത്രിയായ കന്യകേ, ഗിലെയാത്തിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. നിനക്ക് രോഗശാന്തി ഉണ്ടാകില്ല. ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു. വീരൻ വീരനോട് മുട്ടി, രണ്ടുപേരും ഒരുമിച്ച് വീണിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് മിസ്രയീം ദേശത്തെ ജയിക്കുന്നതിനെ കുറിച്ച് ഇരിമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ചരുളപ്പാട്. മിസ്രയീമിൽ പ്രസ്താവിച്ചു, മിഗ്ദോലിൽ പ്രസിദ്ധമാക്കി, നോഫിലും തഹപനേസിലും കേൾപ്പിപ്പീൻ. അണിനിരന്നൊരുങ്ങി നിൽക്ക എന്ന് പറവിൻ. വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ. നിന്റെ ബലവാന്മാർ വീണ് കിടക്കുന്നതെന്ത്? യഹോവയെ തള്ളിയിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പലരെയും ഇടറി വീഴുമാറാക്കി. ഒരുത്തൻ മറ്റൊരുത്തന്റെ മീതെ വീണു. എഴുന്നേൽപ്പേ, നശിപ്പിക്കുന്ന വാളിന് ഒഴിഞ്ഞ് നാം സ്വജനത്തിന്റെ അടുക്കിലേക്കും ജന്മദേശത്തേക്കും മടങ്ങിപ്പോക എന്നവർ പറയും. മിസ്രയീം രാജാവേ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവൻ എന്നും പേർ പറയുവിൻ. എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമ്മേൽ പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി, പ്രവാസത്തിന് പോകുവാൻ കോപ്പ് കൂട്ടുക. നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും. മിസ്രയീം ഏറ്റവും അഴുക്കുള്ള പശുക്കിടാവാകുന്നു. എന്നാൽ വടക്ക് നീച്ച അതിന്മേൽ വരുന്നു. അതിന്റെ കൂലിച്ചേവകർ അതിന്റെ മധ്യേ തടിപ്പിച്ച കാളക്കിടാങ്ങളെ പോലെയാകുന്നു. അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കാൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ ശബ്ദം പാമ്പോടുന്ന ശബ്ദം പോലെ. അവർ സൈന്യത്തോടു കൂടെ നടന്ന് മരം മുറിക്കുന്നവരെ പോലെ കോടാലികളുമായി അതിന്റെ നേരെ വരും. അതിന്റെ കാട് തിങ്ങിയിരിക്കുന്നയാലും അവർ അതിനെ വെട്ടിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വെട്ടുക്കിളിയേക്കാൾ അധികം അവർക്ക് സംഖ്യയുമില്ല. മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും. അവൾ വടക്ക് ജാതിയുടെ കയ്യിലേൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമോനെയും ഫറവോനെയും മിസ്രയീമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും. ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രായേൽ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു. ഞാൻ അവരെ അവർക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവരുടെ കയ്യിലും ബാബേൽ രാജാവ് നെബൂഖദ്നേസറിന്റെ കയ്യിലും അവന്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും. അതിന്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികൾ ഉണ്ടാകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേലേ, നീ ഭ്രമിക്കണ്ട. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതി അവരുടെ പ്രവാസദേശത്ത് നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും
ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയുമില്ല താനും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാധിക്കുമോ?